വിശന്നിരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തിൽ അവൻ്റെ കണ്ണിലൂടെ നാം നമ്മുടെ ആത്മാവിനെ കാണുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ക്ഷീണിതനായിരിക്കുന്ന ഒരു വ്യക്തിയെ അത് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നമ്മൾ സഹായിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ നമുക്ക് തന്നെ സ്വയം ഒരു ആത്മസംതൃപ്തി തോന്നാറില്ലേ? ഈ പദം ശ്രദ്ധിച്ചില്ലേ? ആത്മസംതൃപ്തി, ആത്മാവിൻ്റെ തൃപ്തി. നോക്കൂ, നേടുന്ന സമയത്തിൽ മാത്രമല്ല, കൊടുക്കുമ്പോഴും നമുക്ക് തൃപ്തി വരാറുണ്ട്. ആ തൃപ്തി പൂർണ്ണമാണ്, അനശ്വരമാണ്. അത് നമ്മളെ ഓരോ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ്. ഏത് കാര്യത്തിലും വിജയിക്കുവാൻ അത് നമ്മളെ പ്രാപ്തനാക്കും. സ്വന്തം ആത്മാവിനെ അറിഞ്ഞ ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെടില്ല. ഈ ആത്മാവിനെ, പ്രാണനെ യോഗികൾ ശിവൻ എന്നാണ് വിളിക്കുക. നമ്മളിൽ ഓരോരുത്തരിലും ശിവൻ പ്രാണനായിട്ട് വാഴുന്നു, ശിവശക്തിയായി ചലിക്കുന്നു. ശിവൻ വരുമ്പോൾ നമ്മൾ ജനിക്കുന്നു, ശിവൻ പോകുമ്പോൾ നാം മരിക്കുന്നു. ശിവനില്ലെങ്കിൽ ശവം എന്നാണ് പറയുക.